ചൈനയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങി ട്രംപ്. അമേരിക്കൻ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കരാറിലും ഒപ്പിടാൻ തയ്യാറാകാതെ ചൈന. സെമി കണ്ടക്ടർ ചിപ്പ് കയറ്റുമതി നിയന്ത്രണങ്ങളിലോ തീരുവ ഇളവുകളിലോ ധാരണയില്ല. ഗംഭീരമായ വ്യാപാര ഇടപാടുകൾ നടന്നുവെന്ന് ട്രംപിന്റെ അവകാശവാദം. സന്ദർശനം പരാജയമെന്ന് അമേരിക്കയിലും വിമർശനം. മോദിയുടെ UAE സന്ദർശനം വഴിത്തിരിവാകുന്നു. ഇന്ത്യയുടെ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് വിലയിരുത്തൽ. പെട്രോളിയം ശേഖരത്തിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്തും. രാജ്യത്ത് വാതക ശേഖരണ സംവിധാനം ഒരുക്കാനും സഹായിക്കും. പാചകവാതക വിതരണത്തിൽ ദീർഘകാല കരാറുകളും. ഇറാനുമായുള്ള യുദ്ധത്തിനായി US ചെലവിട്ടത് 3 ലക്ഷം കോടി രൂപ. കണക്കാക്കിയതിനേക്കാൾ $400 കോടി അധികം ചെലവായെന്നും റിപ്പോർട്ട്. യുദ്ധച്ചെലവ് കുത്തനെ ഉയർന്നതിൽ അമേരിക്കയിൽ വ്യാപക പ്രതിഷേധം. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം. പരിശോധന നടന്നത് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ. കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം നൽകും. കുതിപ്പ് പ്രതീക്ഷിച്ച എയർ ഇന്ത്യ കിതയ്ക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൽ. കമ്പനിയുടെ വാർഷിക നഷ്ടം 26,800 കോടി ഇന്ത്യൻ രൂപ കടന്നു. അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ചതും സർവീസുകളുടെ പുനഃസംഘടന പാളിയതും തിരിച്ചടി. UPയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 117 കടന്നു. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും. ചൂട് 45 മുതൽ 50 ഡിഗ്രി വരെ ഉയരും. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മധ്യപ്രദേശ് ധാറിലെ ഭോജ്ശാല കമാൽ മൗല പള്ളി സമുച്ചയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിർണായക വിധിയുമായി ഹൈക്കോടതി. ഭോജ്ശാല സരസ്വതി ക്ഷേത്രം മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവ് റദ്ദാക്കി. പള്ളി പണിയാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തണമെന്നും നിർദ്ദേശം. നിർണായകമായത് ശാസ്ത്രീയ സർവേ. മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള UDFൽ ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടും. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് കേരള കോൺഗ്രസ്. സുപ്രധാന വകുപ്പിനായി RSP. കോൺഗ്രസ് മന്ത്രിമാരെ ഇന്ന് തീരുമാനിച്ചേക്കും. ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മന്ത്രിയാകാമെന്ന നിലപാടിൽ രമേശ് ചെന്നിത്തല. KC പക്ഷത്തിന് കൂടുതൽ അവസരം കിട്ടും. സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പിണറായി വിജയനെതിരായ വിമർശനങ്ങൾക്കിടെ CPM പത്തനംതിട്ട, കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇന്ന്. തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശനം. തെരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിന് BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന്. പാലക്കാട്ടെയും തൃശൂരിലെയും തോൽവി ചർച്ചയും ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗവും ഇന്ന്. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് കോഴിക്കോട് ഗർഭിണിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കക്കറമുക്ക് സ്വദേശിനി സോന. ഭർത്താവിന് ഗുരുതരമായി പൊള്ളലേറ്റു.